ഓക്കെ. സോ ഈ വീഡിയോയിൽ നമ്മൾ വേറെ രീതിയിൽ നമുക്ക് CSS എഴുതി നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ index.cssനകത്ത് index.cssലല്ല ഹെഡറിനകത്ത് ഓക്കെ. ഇവിടെ ഹെഡറിനെ ഞാനിവിടെ ക്ലാസ് ഇവിടെ ഹെഡറിനെ ടാഗ് മാറ്റിയാൽ അതായത് p ടാഗിന് മാത്രം p എലമെന്റ് ടാഗിന് മാത്രമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇഷ്യൂ വരും. കാരണം ഇവിടെ ഇമെയിലും പാസ്വേഡിന്റെ ലേബൽ എല്ലാം സെൻട്രലായി പോയി. ആക്ച്വലി ഈ ഇമെയിൽ പാസ്വേഡ് എന്ന് പറഞ്ഞ ലേബൽ എന്ന് പറഞ്ഞാൽ വേറൊരു കോമ്പോണന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കോമ്പോണന്റിനകത്ത് ഇവിടെ ഒരു p ടാഗ് ഉണ്ട്. സോ ആ p ടാഗിനും അതിനും എഫക്ട് ചെയ്യും. ഇതിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹെഡർ ഡോട്ട് CSS നിങ്ങൾ മൾട്ടിപ്പിൾ CSS ക്രിയേറ്റ് ചെയ്യുവാണെങ്കിലും അത് നമുക്ക് ഗ്ലോബലി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെഡർ ഡോട്ട് CSSന്റെ ഒരു സ്റ്റൈൽ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഡോട്ട് CSS അതായത് മെയിൻ CSS ഫയലിന്റെ സ്റ്റൈൽ ഉണ്ട്. സോ ഇതെല്ലാം ഗ്ലോബലി ആണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ കോമ്പോണൻസിനും എഫക്ട് ചെയ്യും. സോ ഇങ്ങനെ എഫക്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൽക്കാലം ഞാൻ ഇവിടെ ഒരു p ടാഗ് മാറ്റിയിട്ട് ഒരു ക്ലാസ് നെയിം ഞാൻ ആഡ് ചെയ്യാൻ പോവാം. പാരഗ്രാഫ്. തൽക്കാലം പാരഗ്രാഫ് എന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ ഹെഡർ ഡോട്ട് JSXൽ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലാസ് നെയിം പാരഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ എല്ലാം നോർമൽ ആണ്. എല്ലാം ഇതിനകത്ത് ഇമെയിൽ ഇവിടെ എല്ലാം ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ക്ലാസ് നെയിം ഞാൻ ഒന്നും കൂടെ ഞാൻ ഈ auth inputs ഡോട്ട് JSXനകത്ത് ഞാൻ ഇവിടെ p ടാഗിന്റെ അവിടെ ക്ലാസ് നെയിം കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്ത് വരും? പിന്നെയും ഇവിടെ ഇമെയിൽ സെൻറ്റർ ആയി പോയി. അപ്പൊ നമ്മൾ ക്ലാസ് നെയിം ആയാലും അല്ലെങ്കിൽ നമ്മൾ എലിമെന്റ്സിനെ നമ്മൾ സ്റ്റൈൽ കൊടുത്താലും എല്ലാത്തിനും അത് എഫക്ട് ചെയ്യും. സോ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് CSSനകത്ത് നമുക്കൊരു സ്പെഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യാം. അതാണ് CSS മൊഡ്യൂൾസ്. ഓക്കെ. സോ നമ്മൾ റിയാക്റ്റിൽ എങ്ങനെ CSS മൊഡ്യൂൾസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹെഡർ ഡോട്ട് CSS ഉണ്ട്. നമുക്ക് വേറെ പ്ലഗിനോ അങ്ങനെ വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഫയൽ നെയിമിനെ റീനെയിം ചെയ്യും. ഓക്കെ. ഹെഡർ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSS. ഓക്കെ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എറർ അടിക്കും. കാരണം ഇങ്ങനെ ഒരു മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് കാണിക്കുന്നത്. സോ ഫയൽ നെയിം നമ്മൾ ഇങ്ങനെ മൊഡ്യൂൾ ഡോട്ട് CSS എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ CSS മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡർ ഡോട്ട് JSXനകത്തോട്ട് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSS. ഇപ്പൊ CSS സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് വെച്ചിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫ്രം കഴിഞ്ഞിട്ട് ഫ്രമിന് മുന്നേ നമ്മളിവിടെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം. ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ലോഗോ ഫ്രം കൊടുക്കുന്നില്ല. അതുപോലെ നമ്മൾ ഇതിവിടെ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് സ്റ്റൈൽ എന്നോ അല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സസ് എന്നോ എന്തെങ്കിലും ഇങ്ങനെ ഒരു നെയിം കൊടുക്കണം. ഓക്കെ. ഇമ്പോർട്ട് ക്ലാസ്സസ് ഫ്രം ഹെഡർ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSS. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഒരു നെയിം നമുക്ക് വേണം. ഓക്കെ. ഇനി അടുത്ത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്ലാസ് നെയിം ഇവിടെ മാറ്റിയിട്ട് നമ്മൾ ക്ലാസ്സസിന് ഇവിടെ കൊണ്ടുവരും. ഓക്കെ. ഇവിടെ ക്ലാസ്സസ് സോ CSS മൊഡ്യൂൾസ് എങ്ങനെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നെയിം കൊടുത്തിട്ട് വേണം ഇമ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള സ്റ്റൈൽസ് കാണും. ഹെഡർ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSS പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ പാരഗ്രാഫ് വേണം. ഓക്കെ. ഈ പാരഗ്രാഫിനെ കൊണ്ടുവരാൻ ഡോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് CSS ഏത് ടാഗ് ആണോ ഏത് ക്ലാസ് നെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ക്ലാസ്സസ് ഡോട്ട് പാരഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ
സേവ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇമെയില് ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ അഫക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ്സിന് ഇവിടെ ഹെഡർ അണ്ടർസ്കോർ പാരഗ്രാഫ് ഡബിൾ അണ്ടർസ്കോർ ഇങ്ങനെ ഒരു വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഡെവലപ്പറിന്റെ രീതിയിൽ നമുക്ക് കറക്റ്റ് അറിയാം പാരഗ്രാഫിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നെയിം വ്യത്യാസമാണ് വരുന്നത്. കാരണം ഇത് റിയാക്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു നെയിം. സോ ഈ ഒരു പേര്, ഈ ഒരു ക്ലാസ് നെയിം ഇവിടെ ഇതിന് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിലും ഇതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ അതുകൊണ്ട് മൾട്ടിപ്പിൾ കോമ്പോണൻസിൽ നമ്മൾ CSSനകത്ത് ഒരു ക്ലാസ് നെയിം, ഇപ്പോൾ ഒരു ക്ലാസ് നെയിമോ അല്ലെങ്കിൽ ഒരു എലമെന്റ് ടാഗോ നമ്മൾ സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കോമ്പോണൻസിൽ ആ എലമെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ അഫക്റ്റ് ചെയ്യും. സോ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ CSS മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CSS മൊഡ്യൂൾസിനകത്ത് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ക്ലാസ്സസ് ഡോട്ട് പാരഗ്രാഫ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവിടെ വരുന്ന ക്ലാസ് നെയിം അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് ഇവിടെ ഇത് റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ കോഡ് വഴിയാണ് ചെയ്ത് ഇന്റേണലി ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റൈൽ വന്നിട്ടുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് അലൈൻ സെന്റർ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഹെഡർ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSSൽ പോയാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പാരഗ്രാഫ് തന്നെയാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നെയിമും അങ്ങ് മാറും. സോ അതുകൊണ്ട് ബാക്കി ഈ ക്ലാസ് നെയിം വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. സോ ഇതാണ് CSS മൊഡ്യൂൾസ് ചെയ്യുന്നത്.